റെക്കോർഡ് ചെയ്യുന്ന ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇത് ഓൾറെഡി ചെയ്യും. അപ്പൊ എനിക്ക് സാറിന് അത് ഷെയർ ചെയ്യാൻ പറ്റും. സാർ നമ്മൾ പറഞ്ഞത് എന്താ ചെറിയ ഏജ് ഉള്ള ആളുകളൊന്നും ഇപ്പം സാരി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പം സാർ അങ്ങനെ മാർക്കറ്റ് ചെയ്യാന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ മാർക്കറ്റ് അതെന്താ പറയുന്നത്? ഇല്ല, അങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നല്ല, അതും നിങ്ങളെ ഉദ്ദേശിച്ച സാധനം ഒരു വലിയൊരു സാധ്യതയാണ്. ഇതും ഒരു സെഗ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാല് നമ്മളെ ഈ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. ഇപ്പൊ നമ്മളെ കൺസംഷൻ ആലോചിച്ച് നോക്കിയാല്, ഓൾ വേൾഡ് കൺസംഷൻ നോക്കുമ്പോൾ ഹാൻഡ്ലൂം പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് പ്രോഡക്റ്റും അത് വേണ്ട കൺസ്യൂമറെയും തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മാർക്കറ്റിന്. വെച്ചാൽ എല്ലാ പ്രോഡക്ട്സും എല്ലാവർക്കും ആവശ്യമുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് വെച്ചാല് നമ്മളെ പല പ്രോഡക്ട്സും അത് ആക്ച്വലി അത് താല്പര്യപ്പെടുന്ന ആ പ്രോഡക്റ്റ് താല്പര്യപ്പെടുന്ന കൺസ്യൂമറിലേക്ക് എത്തുന്നില്ല. അപ്പൊ ആ ഒരു ലിങ്കേജ് ഇപ്പൊ എല്ലാ പ്രോഡക്ട്സും വെച്ചാല് നമുക്കറിയാം എത്ര കോടി ജനങ്ങളുണ്ട്, അതില് നല്ല പർച്ചേസിങ് കമ്പാരിറ്റീവ് എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ പലർക്കും പല പ്രോഡക്റ്റും വേണം. പക്ഷെ നമ്മള് ഒരു സാധനം ആവശ്യമില്ലാത്തവരുടെ അടുക്ക് പോയിട്ട് നിർബന്ധിക്കുന്നതും സത്യത്തില് ആവശ്യമുള്ള ഒരാൾ അപ്പുറം ഉണ്ട്, അവരെ കണ്ടെത്തും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ അതൊരു സ്റ്റഡിയാണ്, അതൊരു മാർക്കറ്റിങ്ങിന്റെ ഒരു സെഗ്മെന്റ് ആണ്. അതാണല്ലോ ഈ ലിങ്കേജ് പ്രൊഡക്റ്റും, എസ്പെഷ്യലി ഫോർ ദിസ് ട്രഡീഷണൽ പ്രോഡക്ട്സ്. മാസ് പ്രൊഡക്ഷൻ ആണ് വരുന്നത്. ട്രഡീഷണൽ പ്രോഡക്ട്സിന് അതിനോട് താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട്. ഇപ്പൊ അൺസ്റ്റിച്ചഡ് ഫാബ്രിക്, സാരി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാ അൺസ്റ്റിച്ചഡ് മാജിക് എന്ന് പറയും. ശരിയല്ല? അപ്പൊ ആ മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സാരീന്റെ ഒരു ഇതെന്താ, അതിന് ഡ്രൈപ്പിംഗ് എങ്ങനെ ചെയ്യാം. ഇന്ത്യയില് 108 ടൈപ്പ് ഡ്രൈപ്പിംഗ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. സാരിയില് 108 തരം ഡ്രൈപ്പിംഗ് ഉണ്ട് ഇന്ത്യയിൽ. അപ്പം പിന്നെ 108 തരം ഡ്രൈപ്പിംഗ്, ട്രഡീഷണൽ ഡ്രൈപ്പിംഗ്സ് ഉണ്ട്. അപ്പോ ഒരു അൺസ്റ്റിച്ചഡ് ഫാബ്രിക്കിനെ നമുക്ക് കുട്ടിക്ക് ഉപയോഗിക്കാം, അതിന് അമ്മക്ക് ഉപയോഗിക്കാം, അതിന് അമ്മമ്മക്ക് ഉപയോഗിക്കാം, ഒരു വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മളിപ്പോ ഒരു ഗാർമെന്റ് നമ്മളിട്ട് നമുക്കെല്ലാം എടുക്കാൻ പറ്റും. വേറെ അത്തരം സാധ്യതകളൊക്കെ ടാക്കിൾ ചെയ്യാം. പിന്നെ അതാണ് സാരിന്റെ ഒരു ലിമിറ്റേഷൻ ആണെങ്കിൽ അതൊരു വണ്ടർ കൂടിയാണ്. അല്ല, അപ്പൊ ഡിഫറെന്റ് ഡ്രേപ്പിംഗ്സ് ഇല്ലേ, ഡ്രേപ്പിംഗ്സ് ഇപ്പൊ 108 തരം ഡ്രേപ്പിംഗ്സ് മുമ്പ് ട്രഡീഷണൽ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആരും തന്നെ ഒരു ന്യൂ ഡ്രേപ്പിംഗ് നിങ്ങൾക്ക് കൊണ്ടുവരാം. പുതിയ ഡിസൈനേഴ്സിന് ഒരു വ്യത്യസ്തമായ ഡ്രേപ്പ് ചെയ്യാം. ഇതൊക്കെ നമ്മളിപ്പോ സാരിക്ക് ഇന്നിടക്ക് പ്ലീറ്റ് ഇടുന്നു, ഇന്നിടക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെ വേണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. പണ്ടുള്ളവർ അങ്ങനെ ചെയ്തു, നമ്മളത് ഫോളോ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ഡ്രേപ്പിംഗ് സ്റ്റൈല് കൊണ്ടുവരാം. അതൊക്കെ സാധ്യതയാണ് എന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തു. സാറ് വിട്ടുപോയത് ഇത് മാത്രമാണ് കവർ ചെയ്തു. ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. പിന്നെ പറഞ്ഞാല് ഒരു പോയിന്റ് ഉണ്ട്. ഈ ഡ്രൈപ്പിംഗ്സ് ചെയ്യുമ്പോ അതിനുള്ള എന്താ പറയാ, ആക്സസറീസ് ഇല്ല. ഡ്രൈപ്പിംഗ്സിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്യാനും അത് ചിലപ്പം പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ ഇൻകൺവീനിയൻസ് ഉണ്ട് ഡ്രൈപ്പിംഗ്സ്. ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു ഗാർമെന്റ് പോലെ തന്നെ ആക്കി തീർക്കാൻ നമുക്ക് കുറെ ആക്സസറീസ് വേണം അതിന് ആഡ് ചെയ്യാൻ, ക്ലിപ്സ് അത് ഇതൊക്കെ. അപ്പൊ ആ രീതിയിലുള്ള ആക്സസറീസ് ഡെവലപ്പ് ചെയ്താല് പിന്നെ അതിന്റെ ഇൻകൺവീനിയൻസ് കുറെ കുറയും. വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ സാരി ഒരു ഡിസ്കംഫർട്ട് ആകുന്നുണ്ട്. ഇപ്പം ടീച്ചേഴ്സ് പണ്ടൊക്കെ എല്ലാവരും സാരി ഉപയോഗിച്ചു. ഇപ്പം പലരും സാരി ഉപയോഗിക്കുന്നത് അത് ഡ്രേപ്പ് ചെയ്യാനുള്ള ടൈം, അതുപോലെ അവരുടെ വർക്ക് സ്പേസിലുള്ള ഇൻകൺവീനിയൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് കണക്കിലെടുത്ത് നമുക്കൊരു സിമ്പിൾ ഡ്രേപ്പിംഗ്സ്, സിമ്പിൾ സ്റ്റൈലോ എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് അതിനു വേണ്ടി കുറച്ച് ആക്സസറി, കുറച്ച് ക്ലിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ അൺസ്റ്റിച്ച്ഡ് ഫാബ്രിക്കിന് പുതിയ സാധ്യതകൾ കണ്ടെത്താം. അല്ലെ, ഒക്കെ സാധ്യതകളെന്ന് നിങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. അത്ര സാറിനാണോ സ്റ്റുഡൻസ് വന്നത്? അല്ല, ഞാൻ വിചാരിച്ചു സാറിനാണ് സ്റ്റുഡൻസ് വന്നേന്ന്. സോറി. ഓക്കെ. അപ്പോ
ഞാൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഇന്ന് കിട്ടിയ പോലെ ഈ സമയം ഇത്ര സമയം കിട്ടണമെന്നില്ല. കിട്ടില്ല ഇന്നലെ ഞാൻ പ്രാക്ടിക്കലി ഒഴിവാക്കിയതാണ്. അപ്പൊ അവരോട് പറഞ്ഞു ഇന്നിപ്പോ ആഫ്റ്റർനൂൺ കംപ്ലീറ്റ് ചെയ്യാൻ ഉറക്കം ഒഴിവാക്കിയതാണ്. ഇപ്പൊ ഞാനിപ്പോ ഇന്ത്യൻ ടൈം പറയുകയാണെങ്കിൽ ഞാനൊരു 8 മണിക്ക് ശേഷമാണ് വീട്ടിലെത്തിയാലും കഴിയുമ്പോൾ ഒരു 8 മണിക്ക് ശേഷം ഞാൻ ഫ്രീ ആവുന്നത്. പിന്നെ മോർണിംഗ് ചിലപ്പോൾ ആഫ്റ്റർനൂൺ, രാവിലെ ഫുൾ ക്ലാസ്സുകളായിരിക്കും. ആഫ്റ്റർനൂൺ ഉണ്ടാവും. ആ പ്രശ്നമില്ല, നിങ്ങൾക്ക് എപ്പം വേണേ ചോദിക്കാം. ഞാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളൊരു കൊയിലാണ്ടിക്കാരിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കൊയിലാണ്ടിയായിട്ട് വളരെയധികം എൻ്റെ അമ്മേന്റെ നാടാണ്. അപ്പം പിന്നെ നിങ്ങളെപ്പോലത്തെ ഒരു കൊയിലാണ്ടിക്കാരി നിറ്റൊക്കെ കഴിഞ്ഞ് ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിക്കുന്നു പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ മീറ്റ് ചെയ്യാൻ കഴിഞ്ഞതും വളരെ സന്തോഷം. ഞാൻ പ്രൊജക്ട് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോ സാറിനെ വന്ന് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. എനിക്കത് തോന്നുന്നത് നമ്മളൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും എന്റെ മോനോട് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ ഫോറിൽ എവിടെയെങ്കിലും എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന വിദേശത്ത് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനല്ലാണ്ട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ നേരെ തിരിച്ചാ. ഞാൻ കരഞ്ഞു കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ് അയ്യോ എനിക്ക് പോകണം. അപ്പൊ അതുകൊണ്ടായിരിക്കും പ്രശ്നം. ഞാന് ഓക്കെ നീ എങ്ങോട്ടൊക്കെ പോയിക്കോന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോ അവര് താല്പര്യമില്ലാത്തത്. ചിലപ്പോ അവിടെ ഇവിടെ ഞാൻ നേരെ തിരിച്ചാ പറഞ്ഞെങ്കിൽ ചിലപ്പോ നമുക്കറിയണ്ടല്ലോ, എതിർക്കുമ്പോഴാണല്ലോ നമുക്ക് എതിർക്കുന്നതിനോടല്ല നമുക്ക് താല്പര്യം ഉണ്ടാവാം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ മോളിപ്പോ ഡിഗ്രി ഇവിടെ പ്രൊവിൻസ് പഠിക്കുകയാണ്. പോക്കൊക്കെ പിന്നെന്ന് വെച്ചാല് ഇതൊക്കെ പുറത്തൊക്കെ യാത്ര ചെയ്യാനുള്ള ഒരു ധൈര്യവും മറ്റൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടാവുന്നുള്ള ഒരു നല്ലൊരു പോസിറ്റീവല്ല. അതാണ് ഇനിയിപ്പോ അതൊക്കെ ആവശ്യം. ഇനിയിപ്പോ ഇന്ത്യ എന്നുള്ള ഒരു കൺസെപ്റ്റിലോ കേരളം എന്നുള്ള ഒരു ബൗണ്ടറിന്റെ ഉള്ളിലോ ഇനി ജീവിച്ചിട്ട് കാര്യം തോന്നുന്നില്ല. സാധ്യതകൾ അതിനുള്ളൊരു ധൈര്യം കുട്ടിയൊക്കെ ഉണ്ടാവണം. ഇപ്പൊ തന്നെ നമുക്ക് നിഫ്റ്റി പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ എവിടെയും ജോലി കിട്ടില്ല. നമ്മൾ പുറത്തേക്ക് പോകണം. ചെറിയ എന്താ 15,000-നൊക്കെയാണ് കേരളത്തിലുള്ള ഡിസൈനിങ് സ്റ്റുഡിയോസ് ഒക്കെ ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പുറത്തേക്ക് പോയാലേ നമുക്ക് ഒന്നിക്കെ ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി പോകണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം. അല്ലാണ്ട് നമുക്ക് ജോലിയൊന്നും കിട്ടില്ല. എനിക്കറിയാം, ഞാനൊക്കെ കോമ്പസിൽ വർക്ക് ചെയ്യുമ്പോ അവിടെ എലാന, വെനി എന്നൊക്കെ പറഞ്ഞ ഡിസൈനേഴ്സ് ഇസ്രായേലിനൊക്കെ വരാറുണ്ട്. അവരൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ഒരു വർഷം ഒരു 6 മാസത്തോളം അവര് കോഴിക്കോട് തന്നെയായിരുന്നു, എലാന. അപ്പൊ അവര് അതുവരെ ഇന്റർനാഷണൽ മാർക്കറ്റില് ഹാൻഡ്ലൂം പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ കളേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇവരൊരു വർഷം ഇവിടെ വന്ന് കംപ്ലീറ്റ് ഗാർഡൻ കളേഴ്സില് നമ്മുടെ പഴയ വീടുകളിലുള്ള കളർ ചെടികളിലെ കളർ ഇലകളിലെ അപ്പൊ അതിന്റെ കളേഴ്സിന് അങ്ങനത്തെ ആ ചെടിയിൽ നിന്ന് ഇല പറിച്ചുകൊണ്ടാണ് നമുക്ക് ഡൈങ്ങിന് തരിക, കളർ ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ തരിക. അങ്ങനെ ചെയ്തൊരു ഡിസൈനേഴ്സ് ഗിൽഡ് DG ഒരു കളക്ഷൻസ് ഉണ്ടാക്കി. ഞാൻ ഈ അടുത്തും പല സ്ഥലത്തും പോകുമ്പോൾ ആ പ്രോഡക്ട്സ് ഇപ്പോൾ റൺ ആകുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഏകദേശം 25 വർഷമായിട്ട് അവരുടെ ഡിസൈൻസ് ഇപ്പോഴും DG എന്ന് പറയുക, ഡിസൈനേഴ്സ് ഗിൽഡ്. അവരുണ്ടോന്ന് അറിയില്ല ഇപ്പോഴും. DG ഡിസൈൻസ് അത് ഒരു 95-ലൊക്കെയാണ് അത് ഡിസൈൻസ് ഒക്കെ വന്നത്. അന്ന് ഈ ഇതൊന്നും ഇല്ലാതല്ല, നമ്മൾ സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലത്ത് അവരത് ഫോട്ടോഗ്രാഫി ചെയ്തു, ബുക്ക് ആൽബാക്കി, ഇന്റർനാഷണലി അവര് അതിനെ എക്സിബിറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ നമുക്ക് കുറെ കാലം കനന്നൂർ കാലിക്കറ്റ് മേഖലയിലെ ഫർണിഷിങ്, ഹാൻഡ്ലൂം ഫർണിഷിങ്സിന് കുറെ കാലം തുടർച്ചയായിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുണ്ടാക്കിയൊരു ചേഞ്ചാണ് ആ സമയത്ത്. ഡിസൈനർ പേര് എലാന. പിന്നെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട്, സാധ്യതകളുണ്ട്. പക്ഷെ നമുക്കെന്താ വെച്ചാല് നമ്മളൊരു പെട്ടെന്ന് ഈ ഏർണിങ്സ് വേണം, നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മളെ ക്രിയേറ്റിവിറ്റിനെസ് ഇതുകൊണ്ട് നമുക്ക് കുറെ കാലം ഇങ്ങനെ അലയാൻ പറ്റില്ല. അപ്പൊ എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് സെറ്റിൽ ആവണം. ആ ഇന്ത്യ നമ്മൾ കേരളക്കാർക്ക് ഉച്ചയിച്ചു. അപ്പൊ അതിന്റെ ഒക്കെ പരിമിതിയാണ് പലപ്പോഴും നമുക്കൊന്നും നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ. ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇരയായിപ്പോയാളാന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ വിട്ട് ഗ്രാഫിക്സും ഒക്കെ ഞാൻ പല ഫീൽഡിലും പോയിരുന്നു. പക്ഷെ നമ്മളെ ഫാമിലി ബന്ധങ്ങള് കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനൊന്നും സാധ്യതകൾ പിന്നെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ
കാണുമ്പോ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്ത് കാണുന്നു. ഓക്കെ, കൂടുതലൊന്നും അല്ല, വേറൊന്നും ഇല്ലല്ലോ അല്ലേ? വേറൊന്നുമില്ല. ഇല്ല. ഈ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിലും സാർ ഒത്തിരി ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ബുക്ക് നിറച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇനി ഇത് ട്രാൻസ്ഫർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭയമായിരുന്നു നിങ്ങൾ ഇന്റർവ്യൂ ബന്ധപ്പെട്ട് പറയാൻ. എനിക്ക് പക്ഷെ നിങ്ങളുടെ ഒരു സംസാരത്തിന്റെ ഫ്ലോയില് നമുക്കെന്ത് അറിവുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ പറയുന്ന ആ ഫ്ലോയിലാണ് നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങളാണ് അതിലേക്ക് നമുക്ക് നല്ലൊരു എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് ഇത് മാറിയതിന്റെ ഒരു പ്രധാന ക്രെഡിറ്റ് നിങ്ങൾക്കില്ല. ഞാൻ കുറെ ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് വളരെ ജെന്യൂൻ ആയതുകൊണ്ട് കുറച്ചുകൂടി നന്നായി. ഇപ്പൊ ഇങ്ങനെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത സാർ ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആണ്. എനിക്ക് ഒത്തിരി പോയിന്റ്സ് കിട്ടി, കുറെ കാര്യങ്ങള് ഇപ്പൊ ഞാൻ തന്നെ മനസ്സിൽ ആലോചിച്ച ഐഡിയക്ക് സാറിന്റെ അടുത്ത് എനിക്ക് കുറെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചിന്തിച്ചു വെച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ സാറ് പറഞ്ഞ നമ്മള് എന്റെ മാം പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു QR കോഡിന്റെ കാര്യം സാർ അത് ഉറപ്പ് തന്നതാ, ഇത് ഇങ്ങനെ തന്നെയാണ്. അത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തതാണ്, അങ്ങനെ ആയിരിക്കും, അങ്ങനെ ചെയ്താൽ നല്ലതാവും എന്നൊക്കെ. അതുപോലെ ഒത്തിരി ഏരിയാസ് സാർ അങ്ങനെ കവർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഭയങ്കര താങ്ക് യു. അപ്പോ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ള, നിങ്ങള് ഈ ഇന്റർവ്യൂവിന്റെ നിങ്ങളുടെ അനുഭവം നിങ്ങളൊന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മെയിലില്ലേ, മെയിൽ അഡ്രസ്സിൽ നിങ്ങളൊന്നിന്റെ ഫീഡ്ബാക്ക് നിങ്ങളെ സത്യസന്ധമായ ഫീഡ്ബാക്ക് നിങ്ങൾ അയച്ചു തരാം. ഇതിപ്പോ ഒരു ഒഫീഷ്യൽ വർക്കായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ മെയിൽ അയച്ചുകൊണ്ട് എനിക്ക് ലെറ്റർ വന്നു, അത് ഒഫീഷ്യൽ വർക്കായി മാറി. സാറിന് അയക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. കട്ട് ചെയ്യാം.